വീണ്ടും നമുക്കൊരു 15 ദിവസത്തെ ചലഞ്ച് നോക്കിയാലോ. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ നല്ല തിക്കോടുകൂടി ഇരിക്കാനും അതുപോലെ നല്ല ഷൈനിങ് ആയിട്ട് ഇരിക്കാനും അതുപോലെ നമ്മളുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്നൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമ്മളൊരു പാക്കും കൂടെ അല്ലെങ്കിൽ ഒരു മാസ്കും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് 2 രീതിയിലാണ് നമ്മുടെ ഹെയർ കെയർ വരുന്നത്. അപ്പോൾ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക. അതിന് മുമ്പായിട്ട് നമ്മൾ ചാനലിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹെയർ ഫോളൊക്കെ കൺട്രോൾ ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് എപ്പോഴും മെസ്സേജസ് വരാറുണ്ട്, നല്ല റിസൾട്ടാണ് മാം, ഞങ്ങളത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂടുതലും നമ്മൾ ഫേസിലേക്ക് കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ. ഫേസ് പാക്കുകൾ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ട്രൈ ചെയ്ത് ഒത്തിരി റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നു. അതുപോലെ നമുക്കെന്താ വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ വരുമ്പോൾ നമുക്കെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ലപോലെ ഹെയറിന് നല്ല സ്ട്രെങ്ത് കിട്ടുകയും അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഡ്രൈനെസ് ഒക്കെ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പല ഓയിലും പല കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് നോക്കിയോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എങ്ങനെയുണ്ടായിരുന്നു, ചെയ്യാറുണ്ടോ എന്നുള്ളത്. ഇടയ്ക്ക് ഇതുപോലെ അപ്പോൾ മാം ഡെയിലി പല രീതിയിൽ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. ഇടയ്ക്കൊന്ന് മാറ്റി ഇതുപോലെയൊക്കെ നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലായ്പ്പോഴും ഒരേ സംഭവം നല്ല ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇത് ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളത് എന്താ പറയുക, ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഓയിൽ ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് നമുക്ക് ഇതും ആഡ് ചെയ്ത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ നമുക്ക് ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹെയറിന് നമുക്ക് നല്ലതാണ്, നല്ലൊരു കണ്ടീഷണറായിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഹെയറിന് നല്ലപോലെ ഷൈനിങ് കിട്ടും, അതുപോലെ സ്കിന്നിനും അതുപോലെ സ്ട്രെങ്ത് കിട്ടും, ഹെയർ ഫോളും ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് ട്രൈ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണിത് റെഡിയാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കതിനായിട്ട് നമ്മളുടെ സോസ് പാൻ വയ്ക്കുക, അതിലേക്ക് കുറച്ച് 2 കപ്പ് വെള്ളം ഒഴിക്കുക, 1/4 കപ്പ് ഫ്ലാക്സ് സീഡ് ഇടുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഒരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കത് തിളച്ച് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് തോന്നില്ല, ഒരു ജെല്ലിൻ്റെ രൂപത്തിൽ വരും. അതൊരു 30 മിനിറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ 1/4 കപ്പ് നമ്മൾ ഫ്ലാക്സ് സീഡ് എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളം എടുക്കുക കേട്ടോ. ആ രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ വേണം എടുക്കേണ്ടത് കേട്ടോ, കുറച്ച് കൂടാനോ കുറയാനോ. അപ്പോഴേ നമുക്ക് നമ്മളുടെ ഉണ്ടാക്കുന്ന ഒരു ജെല്ല് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒരു 30 മിനിറ്റ്സ് വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തണുപ്പിക്കുക. ഒരു 30-40 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തണുക്കും. അപ്പോൾ അത് നമ്മളുടെ സ്പ്രേ ബോട്ടിലിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ എല്ലാ ഷോപ്പുകളിലും മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഡയറക്റ്റ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഒരു 1/2 hour നമ്മളിതെല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. കുളിക്കുന്നതിൻ്റെ 30 മിനിറ്റ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനിയൊരു ഇതിൻ്റെ ഒരു മാസ്ക് കൂടി പറഞ്ഞുതരാം. കാരണം അതും കൂടി വരുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഇതെന്ന് വെച്ചാൽ അതായത് നമ്മുടെ എന്താ പറയുക, റൈസ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് സ്പ്രേ ചെയ്ത് സെക്ഷനായിട്ട് എടുത്ത് നല്ലപോലെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലും കൊടുക്കാം, ഹെയറിലും കൊടുക്കാം. കാരണം നമുക്ക് ഹെയറിന് നല്ല ഒരു ഷൈനിങ് ഒക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലും കൊടുക്കാം, ഇത് ഹെയറിലും കൊടുക്കാം. നല്ലപോലെ ഓരോ സെക്ഷനായിട്ട് എടുത്ത്, എപ്പോഴും നമ്മൾ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചുമ്മാ അവിടെ ഇവിടെയും കൊടുത്തു പോകല്ല. നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുത്തിട്ട് നമുക്ക് ഓരോ ഭാഗത്തും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്കാൽപ്പും ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുക. നമ്മൾ റൂട്ടിന് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അപ്പോൾ അത് അങ്ങനെ കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പക്ഷേ ഇതിൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണമെന്നില്ല, എന്നാലും ഒരു മാസ്കും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാക്സിഡ് ജെല്ല് ഞാൻ ഒരു കാര്യം കൂടെ മറന്നുപോയി. നമ്മൾ ഈ ജെല്ല് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം ഒരു വൈറ്റ് കോട്ടണിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ തോർത്തോ അങ്ങനെ എന്തെങ്കിലും വൈറ്റ് നല്ല വൃത്തിയുള്ള ഒരു സംഭവ തുണിയിൽ ഇത് കംപ്ലീറ്റ് പിഴിഞ്ഞ് ആ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബോട്ടിലാക്കുന്നത്. അപ്പോൾ അത് വിട്ട് പോകരുത്. ചുമ്മാ നമ്മളിങ്ങനെ ഒഴിച്ചാൽ ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് വരില്ല. ഇതൊരു ചെറിയ ഒരു കോട്ടൺ ക്ലോത്തിനകത്ത്
നമ്മളൊന്ന് പിഴിഞ്ഞ് എടുക്കുക. അപ്പോൾ ശരിക്കും അതിൻ്റെ അകത്ത് കറക്റ്റ് ആ ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതൊന്ന് ബോട്ടിലാക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുവാണെങ്കിൽ അത് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുക കേട്ടോ. 15 ദിവസത്തേക്കുള്ളതാണ് ഈ ഒരു നമ്മളിപ്പോൾ ഈ എടുത്ത അളവ് എന്ന് പറയുന്നത്. ഒരു 15 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് 15 ദിവസവും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു മാസ്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. നമ്മളുടെ ഹെയർ കെയറിൻ്റെ ക്ലാസ് ഒരുപാട് പേര് ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റ് അറിയണം, ഹെയർ കെയർ അറിയണം, ഹെയർ സെറ്റിങ്സ് ഒക്കെ അറിയണം. അയ്യോ, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് പേഴ്സണലായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഹെയറിൻ്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ, ഹെയർ കെയർ എങ്ങനെയാണ് നമ്മൾ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മൾക്ക് മേക്കപ്പിൻ്റെ ക്ലാസ് വേണമെന്നുള്ളവർ, ന്യൂഡ് മേക്കപ്പിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, മാം നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണ്, ഒന്ന് പെട്ടെന്ന് തന്നെ അറിയിക്കണേ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ സെൽഫ് മേക്കപ്പിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂഡ് സ്റ്റൈലിൽ ഒരുങ്ങുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ കെയർ, സ്കിൻ ട്രീറ്റ്മെൻറ്റ്, സ്കിന്നിനെ കുറിച്ചൊക്കെ അറിയണം, സ്കിന്നിന് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, ഓരോ പ്രായത്തിലുള്ളവർക്കും നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാം തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിൻ്റെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ ഈ 3 ക്ലാസ്സിൽ ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് 3 ക്ലാസ്സും എടുക്കാം. അതല്ല സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം ഓരോ ക്ലാസ്സിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഇത് കാണുവാണെങ്കിൽ അവർക്കറിയാം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളേജാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടതെന്നുള്ളത്, അതുപോലെ നമ്മളുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും, അതുപോലെ നമ്മളുടെ ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മളുടെ ഹെയർ, നമ്മൾ അറിയാതെ പല ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കും, പല പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ മുമ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നോളേജ് എന്നുള്ളത് മസ്റ്റാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മാർക്കറ്റിൽ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും വരും. അപ്പോൾ അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്കറിയണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമുക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്കതിനുള്ള അറിവ് വേണം. അറിവ് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുവാണ്. വെറും 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് എങ്ങനെ സൂപ്പർബായിട്ട് ഗ്ലാസ് മേക്കപ്പിൽ, അതുപോലെ തന്നെ ന്യൂഡ് മേക്കപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊഡക്റ്റ് നോളജും ഡൗട്ട്സ് ക്ലിയർ സെഷനും നിങ്ങൾക്ക് നോട്ട്സും റെക്കോർഡ് ക്ലാസ്സും എല്ലാം തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അറ്റൻഡ് ചെയ്തോളൂ. അതുപോലെ സ്കിന്നിൻ്റെയും ഉണ്ട്, ഹെയറിൻ്റെയും ഉണ്ട്. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് സീറ്റ് കൺഫേം ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത് നമ്മളുടെ പാക്ക് എന്താണ് വരുന്നതെന്നുള്ളത്. അതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ 4 ടീസ്പൂൺ എടുക്കുക, ഫ്ലാക്സ് സീഡ് ജെല്ല് കേട്ടോ. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നമ്മളുടെ കോക്കനട്ട് ഓയിൽ എടുക്കുക. മനസ്സിലായോ? കോക്കനട്ട് ഓയിലും ഈ നമ്മുടെ ഫ്ലാക്സ് സീഡിന് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ജെല്ല്, അതൊരു 4 ടീസ്പൂണും കൂടി എടുത്ത്, ഭയങ്കര ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ ഹെയറും സ്കാൽപ്പും ഫോക്കസ് ചെയ്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 മിനിറ്റ്സിന് ശേഷം നമ്മളിതൊന്ന് വാഷ് ഔട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലാക്സ് സീഡ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ നമ്മളുടെ കോക്കനട്ട് ഓയിൽ, നമുക്കിതിനകത്ത് ആൽമണ്ട് ഓയിലോ വേറെ ഒന്നും തന്നെ വേണ്ട, വെളിച്ചെണ്ണ മതി. നമ്മളുടെ വെളിച്ചെണ്ണയ്ക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കിട്ടുന്നതിന് എപ്പോഴും നമ്മളൊരു വിലയുണ്ടാവില്ല. പക്ഷേ അത് മനസ്സിലാക്കാം, നമ്മുടെ വെളിച്ചെണ്ണ അത്രയും നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും അത്രയും നല്ലതാണ്, അത്രയും മോയ്സ്ചർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണ എടുക്കുക. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ ഷോപ്പിൽ മേടിക്കുന്നതൊന്നും അത്രയും നല്ലതൊന്നും അല്ല, നമുക്കല്ലാതെ വീട്ടിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ അത്രയും സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വെളിച്ചെണ്ണ 1 സ്പൂൺ എടുത്തു, 4 സ്പൂൺ നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് ഇത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് മാസ്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡ്രൈനെസ്സും എല്ലാം തന്നെ മാറും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ചെയ്ത് അറിയിക്കണം, എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ക്ലാസ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ക്ലാസ് വേണ്ടതെന്നുള്ളതും കൂടി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ഒരുപാട് നോളേജ് ഉണ്ടാവും നമ്മളുടെ വീഡിയോസിലൂടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.